ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. മറ്റൊന്നുമല്ല, അക്കുവിൻ്റെ ചോറൂണ് കേട്ടെന്ന് ഞങ്ങൾ ചിറ്റൂർ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് ചോറൂണാൻ തീരുമാനിച്ചത്. അങ്ങനെ അത്തുവിനെ മാത്രമല്ല കേട്ടോ, അല്ലുവിന് ഇവിടെ വെച്ച് ഞങ്ങൾ ഫുഡ് കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിരുന്നുണ്ട്. വന്നവിടെ ചേച്ചിമാർക്ക് പൂവെല്ലാം മേടിച്ച് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ അല്ലു നേരെ അച്ഛൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി ആയിരിക്കും. പിന്നെ അത്തുകൂട്ടം വെള്ളമെല്ലാം കുടിച്ച് സെറ്റാ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സമയമായപ്പോഴത്തേക്കും ഞാൻ അത്തുവിനെ എടുത്ത് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് ചെന്ന് അപ്പോൾ തിരുമേനി വന്ന് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നു. ആദ്യം കുറിയൊക്കെ തന്നു എല്ലാവരും ഇടാൻ പറഞ്ഞു. അങ്ങനെ ഇലയിട്ട് ചോറും പപ്പടവും ഇഞ്ചിപ്പുളിയും ഉപ്പും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത്തുകൂട്ടം ഹാപ്പിയായി കഴിക്കുന്നുണ്ട്. അടിപൊളി. അങ്ങനെ അത്തുകൂട്ടം കഴിച്ചു തുടങ്ങി കേട്ടോ. അത്ത് നല്ല ഹാപ്പിയായി കഴിക്കുന്നുണ്ട്. കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് അല്ലുവിന് കൊടുത്തപ്പോൾ അല്ലു ഒരേ കരച്ചിലായിരുന്നു ആ ദിവസം ഫുള്ള്. അങ്ങനെ പ്രവീൺ കൊടുത്തായിരുന്നു, ഞാനും കൊടുത്തായിരുന്നു. അടിപൊളിയായിട്ട് അവൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് കൊടുത്തു തുടങ്ങിയത്. അങ്ങനെ ആരെയും കൂട്ടം കൊടുത്തു, ചേട്ടൻ കൊടുത്തു, അങ്ങനെ ചേച്ചി കൊടുത്തു. അങ്ങനെ അവനെല്ലാം അച്ചമ്മ കൊടുത്തു. അവൻ്റെ അടിപൊളി. അവനെല്ലാം അച്ചച്ചനും കൊടുത്തു. അവൻ ഹാപ്പിയായി തോന്നുന്നു. എല്ലാവരും എൻ്റെ അമ്മായിയും കൊടുത്തു. അടിപൊളി. വലിയമ്മായി, ചെറിയമ്മായി, ഏട്ടൻ. അങ്ങനെ ഇതിനിടയ്ക്ക് നമ്മുടെ അല്ലു തകർത്തിയൊരു ഫുഡ് കഴിക്കണം, അവരെ കല്യാണത്തിന് വന്ന പോലെ. പിന്നെ അവനെ കുറച്ചുകൂടെ കിടത്തിയ ശേഷം എടുക്കാൻ പറഞ്ഞ് തിരുമേനി ചെയ്തു. അങ്ങനെ ഫുഡ് കഴിച്ചില്ല, അവനെ കുറച്ച് വെള്ളമെല്ലാം കൊടുത്തു. പിന്നെ പ്രവീൺ നല്ല പ്രാർത്ഥനയിലാണ് അവിടെ. ആ ഗംഭീരമായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞു. അങ്ങനെ അവിടെ നേരെ അമ്പലം ഒന്ന് മൊത്തം ചുറ്റി വരാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ അത്തുക്കുട്ടൻ അപ്പോൾ ഏട്ടൻ്റെ കയ്യിലായിരുന്നു കേട്ടോ ആ സമയം അത്രയും. അങ്ങനെ താഴെ പയ്യന്നൂർക്കാരും കൂടി ചെന്നായിരുന്നു. അവിടെ ചെന്നപ്പോൾ രണ്ട് വലിയ ഭക്തന്മാരൊക്കെ ഉണ്ടായി. എല്ലാവരും വലിയ ആര്യനും നമ്മുടെ അല്ലും കൂടി കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് മൊത്തം അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടും തൊഴുതി തിരിച്ച് താഴോട്ട് പുറത്ത് വന്നു കേട്ടോ. അങ്ങനെ അടിപൊളി. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.